നമ്മുടെ തേക്കടി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള തേക്കടിയില് ടൂറ് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുന്നതും നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതും നമ്മൾക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എവിടെയായിരുന്നു നമ്മോ തേക്കടി. അവിടെ ടൈഗർ ഉണ്ട്, രസമാണ്. എന്തായാലും അവിടുത്തെ യാത്രയും കാഴ്ചകളും കാണണ്ടേ. എന്റെയും വാവയുടെയും ഒരു ട്രാവലിംഗ് റൂം ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാവലിംഗ് റൂം. കുറേ സ്ഥലമാണ്, ബെഡും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതാണ് നല്ല നല്ല പോലെ നമുക്ക് കിടന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കളിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നല്ല കാഴ്ചയാണ് ഇവിടെ. നല്ല മരങ്ങളുണ്ട്. അപ്പം നമ്മൾ റോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു കടയൊക്കെ ഉണ്ട്, മാർക്കറ്റ്സ് ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ കാറ് നമ്മൾ നല്ല ഇതായിട്ട് കാണുന്നുണ്ട്. നല്ലോണം ഇതുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പാടത്തെത്തി. നല്ല രസമാണ് പാടം കാണാൻ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാടം നല്ല ഒരു കടയും അപ്പോൾ നമ്മൾ ഇവിടെ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ടൂർ പോകാനുള്ള എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ഡയറി. അപ്പോൾ അതിൽ നല്ല കുറേ നമ്മുടെ ഒരു ലഗേജസും നമ്മുടെ ഡ്രസ്സും. അപ്പോൾ നമ്മൾ തന്നെ അത്രയും നേരം കൊണ്ട് തന്നെ ശ്രീ വിനായക് ഉടുപ്പി പൂർവ്വജിറ്റൻ ആംബിൾ പാർക്കിംഗ് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ അവിടുത്തെ കുറേ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല രസമാണ്. അവിടെ ഞാനൊരു ടേബിളിരിക്കുന്നുണ്ട്. അപ്പോൾ ഹായ്, ഞാനവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ബാത്റൂമൊക്കെ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്, വെരി ക്ലീനാണ്. ഞാനപ്പോൾ ഫുഡ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെയാണ് വന്നിരിക്കുന്നത്. ദോശ പോലൊരു ഇതുണ്ട്, ഒരു ഇതാണ്. അപ്പോൾ വാവ എപ്പത്തിന് ഒരു വട കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. വാവ ഒരു ബേബി ചെയറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാനുണ്ട്. അപ്പോൾ ഞാനവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ബില്ല് കഴിഞ്ഞു. ഫുഡ് കഴിച്ചപ്പോൾ ബില്ലായപ്പോഴത്തേനും ഞാനാണ് ഷൂട്ട് ചെയ്തത്. നല്ല സ്റ്റേഷനറിയും അവിടെ ബിൽ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, പിന്നെ അവിടെ പാർക്കുണ്ട്. നേരെ ഞാൻ യാത്ര തുടങ്ങി. നേരെ ഞാൻ കാഴ്ച കാണുന്നൊരു നല്ല രസമുണ്ട്. കുറേ കാഴ്ചകളും കാണാൻ നല്ല രസമാണ്. നല്ല എനർജിക്കായിട്ട് നല്ല കാണാവുന്നതാണ്. പിന്നെ അപ്പം തന്നെ അവിടെ സ്ഥലമെത്തി. തേക്കടി ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മരങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ തന്നെ ഒരു വെള്ളച്ചാട്ടം എത്തി. അപ്പോൾ വെള്ളം പോകുന്നൊരു ഇതാണ് അവിടെ. അപ്പം നേരെ നമ്മൾ നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ നേരെ നമ്മൾ നല്ലൊരു സ്ഥലമാണ് കണ്ടത്. അപ്പം തന്നെ ഒരു മലയൊക്കെ ഉണ്ട് അവിടെ. മലയും മഞ്ഞായി എണ്ണം കാണുന്നുണ്ട്. നല്ല മഞ്ഞാണ്. മഞ്ഞും നല്ല കാട് പിടിച്ച പോലെയും ഒക്കെ കാണാവുന്നതാണ്. നല്ല രസമാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ കാണാൻ ഈ മലയും ആ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ.
അപ്പം നമ്മൾ നല്ല യാത്രയായിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ കുറച്ച് നമ്മൾ ഈ ഒരു സ്ഥലം എത്തുമ്പോൾ നല്ല മഞ്ഞായിരിക്കും, നല്ല തണുത്ത കാറ്റാണ്. ചിലർന്നാൽ നല്ല കാറ്റായിരിക്കും. നേരെ നമ്മൾ റോട്ടിൽ നോക്കിയാൽ നമുക്ക് എന്തോ ഒരു പോലെ ഇടും. പക്ഷെ താഴത്തൊരു പാലം എത്തിയിട്ടുണ്ട്. ഉള്ളൊരു പാലമാണ്. അപ്പോൾ ഇപ്പം ഞാൻ മല കാണിച്ചുതരാം. നല്ല മലയാണ്, മഞ്ഞും നല്ല ഉണ്ട്. അപ്പം നല്ലൊരു സ്ഥലമാണ് ഇവിടെ കാണാൻ. നല്ല വ്യൂ ആണ്. ഇവിടെ മഞ്ഞും പച്ചപ്പും ഇതെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തേക്കടീൻ്റെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ റോട്ടിലേക്ക് പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പ് കാറ്റും കൂളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പണി ഒരുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ പണി എടുത്തെടുത്ത് അവർ ചെടിയും പച്ചപ്പും എല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല, മഞ്ഞ് ആണ്. മഞ്ഞ് പോലെ നല്ല ഇതായിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല രസമായിട്ടാണ് ഉള്ളൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല രസമുണ്ട്. പക്ഷെ അപ്പം തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലം എത്തി. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എത്തുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ പച്ചപ്പായിട്ടാണ് ഉള്ളത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പരിചയപ്പെട്ട് തരാം. ഇത് നമുക്ക് പൊടിച്ച് അരച്ചിട്ട് നമ്മൾ ഈ ലൈറ്റ് ഗ്രീനാണ് നമ്മൾ ചായ എടുത്ത് കുടിക്കുന്നത്. ഇതിന് തളിരില എന്ന് പറയും. ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഞ്ഞാണ്. ഇവിടെ മഞ്ഞിങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പോണ പോലെ നല്ല രസമുണ്ട്. ഇവിടെ വണ്ടി പോകുമ്പോഴൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ഗ്രാമമൊക്കെ നല്ല രസമുണ്ട്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോയിൽ. നല്ല ക്ലൈമറ്റായിട്ടാണ് ഇരിക്കുന്നത്. പച്ചപ്പും വെള്ളയും എല്ലാം നല്ല രസമുണ്ട് എല്ലാതും കാണാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഞ്ഞ് നേരെ തുടങ്ങി യാത്ര. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഹൗസസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കടയൊക്കെ ഉണ്ട്. എന്ത് ഭാഷയെന്ന് അറിയാൻ പാടില്ല. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ നമ്മൾ റോട്ടിൽ ഇവിടെ നല്ലൊരു ഇതായിട്ട് ക്ലൈമറ്റ് ഉണ്ട്. നേരെ നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് പോവാണ്. ഇവിടെ എന്തോ ഒരു ഇതുണ്ട്. ഇവിടെ നല്ല ക്ലൈമറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പം ഇവിടെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നൊരു മലയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു മലയിൽ വിചാരിക്കുന്നത് ഒരു മലയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഭയങ്കര കൊക്കയാണ്. പേടിയായിട്ട് വയ്യ, എനിക്ക് നല്ല പേടിയായിട്ട് വയ്യ. പിന്നെ ആ ഒരു വര ഐറ്റം നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ നല്ല പച്ചപ്പോലൊരു നല്ല മരമില്ലേ, അതിൻ്റെ ഒരു കളറ് ഇലയാണ്. നല്ല രസമുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണാൻ. അപ്പോൾ ഇവിടെ നല്ലൊരു അമ്പലമുണ്ട്, ഒരു കുഞ്ഞമ്പലമാണ്. ഓം നമഃശിവായ എന്ന് പറഞ്ഞൊരു നല്ല രസമുണ്ട്. ഇവിടെ സ്കൂളും ഉണ്ട് കേട്ടോ. നല്ലൊരു സ്കൂളാണ്. പക്ഷെ ഇവിടെ ആളുണ്ടോയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെ മലയും നമ്മൾ നേരത്തെ കണ്ട മല തന്നെയാണിത്. പിന്നെ നമ്മൾ പോയൊരു സ്ഥലം. പിന്നെ ഇവിടെ കാറൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇത് നല്ല ഇതുണ്ട്. നേരത്തെ കണ്ട പോലെ ഒരു മഞ്ഞിങ്ങനെ അടിയിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ അവിടെ നല്ലോണം ഇങ്ങനെ
നല്ലോണം ഇങ്ങനെ പൊന്തി 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 വരുന്നുണ്ട്. കണ്ടോ, നല്ല മഞ്ഞാണ്. ചിലപ്പോൾ ക്യാമറയിൽ കാണില്ല എന്ന് തോന്നുന്നേ. നിങ്ങൾ വെള്ളയായിരുന്നു, ആ വെള്ളം നിറച്ച് മഞ്ഞാണ്. അപ്പോൾ നേരെ നമ്മൾ നല്ല പച്ചപ്പിലേക്ക് എത്തി. നമ്മൾ അപ്പോൾ ഒരു വീട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മലയിലൊക്കെ നല്ല മഞ്ഞിരിക്കുന്ന എൻ്റെ വിചാരം. നല്ലോണം മഞ്ഞുണ്ട് അവിടെ. അപ്പോൾ നല്ല ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഓടും വരിപ്പോൾ അവിടെ പണിയെടുക്കുന്ന ഒരു ആൻറ്റിമാരുണ്ട്. അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. നല്ല മഞ്ഞുണ്ട്. പിന്നെ അവിടെ ഒരു പോണ്ട് പോലെ ഒരു ഇതുണ്ട്, കാണുന്നുണ്ട്. അപ്പം നല്ല രസമുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്തത്. അപ്പം നല്ലോണം ഇവിടെ രസമുണ്ട്. അപ്പോൾ അവിടെ നല്ല ഒരു നല്ല ഐറ്റമാണ് ഇവിടെ. അപ്പം വീഡിയോ എടുക്കുന്നത് ഞാനാണ്. പിന്നെ അവിടെ ഒരു നമ്മുടെ കാറ്റ് ഇങ്ങനെ അടിക്കുന്നൊരു ഇതില്ലേ, ആ ഒരു ഫൈൽസ് ഫാൻ എന്തോ അങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് നല്ല അറിയായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇപ്പോൾ ആൾക്കാർ ഇവിടെ നിർത്തി ഇവിടെ നോക്കിയാണ് എല്ലാ പരിസരവും എങ്ങനെയാണ് അവരുടെ രാജ്യവും എങ്ങനെയാണെന്ന് നോക്കിയാണ്. പിന്നെ നമ്മുടെ രാജ്യം തന്നെയാണിത്. അവിടെ ഒരു പാർക്ക് പോലെ എങ്ങാണ്ടും അങ്ങനെ കാണുന്നുണ്ട്. അവിടെ ആൾക്കാർ എന്തോ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർ പിന്നെ ഒരു പോണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് കുളിക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ നല്ലൊരു പോണ്ട് പോലെ ലീക്ക് അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ റോഡാണ് ഇവിടെ. റോട്ടിൽ ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ മരത്തടികൾ ഇങ്ങനെ കയറ്റുന്നുണ്ട് കേട്ടോ. മരത്തടി കുറേ കയറ്റുന്നുണ്ട്. അപ്പോൾ നല്ല കല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ കല്ല് വെച്ചുള്ള നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നമ്മളിവിടെ മലയിൻ്റെ അരികത്തെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് റോഡിൻ്റെ അവിടെ റോഡ് സൈഡിലെത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞുമാണ്, കാറ്റുമുണ്ട്, വെരി വിൻഡാണ്. അപ്പം നല്ല മരങ്ങളൊക്കെ ഉണ്ട്, പൂക്കളുണ്ട്. വീടൊക്കെ മലേൻ്റെ അവിടെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രസമുണ്ട് ഇവിടെ. പശുവൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലമുണ്ട്. നല്ല രസമാണ്, എന്തായാലും പറയാമല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല മഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം മഞ്ഞുണ്ട്, ഭയങ്കര മഞ്ഞാണ്, വെരി മഞ്ഞാണ്. കുറേ നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇവിടെ ഞാൻ പേജൊക്കെ കാണിച്ചു. എൻ്റെ ഒരു ടോയ്സിൻ്റെ ഒരു ബുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തൊട്ട് കാണിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു. ഇതാണ് സുഡോക്കു. അപ്പം നമ്മൾ അങ്ങനത്തെ കുറേ രസമുള്ള. പിന്നെ ഇവിടെ നമ്പേഴ്സ് എന്തോ അങ്ങനെ ചെയ്യാനുണ്ട്. 2 നമ്പേഴ്സ് തിരഞ്ഞെടുക്കണം, എന്നിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു മരമൊക്കെ അങ്ങനെ ചെയ്തു ഇവിടെ കൂട്ടി ഇങ്ങനെ കാണിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആണ് ഫസ്റ്റത്തെ ഇത്. പിന്നെ മനുഷ്യന്മാരുടെ എന്താണെന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് ഈ ഒരു ബുക്കിൻ്റെ ഇത്. ഒരു കൊച്ചിങ്ങനെ ബുക്കിലിങ്ങനെ തംസപ്പ് കാണിച്ചിട്ടുള്ളൊരു ബുക്കാണ്. അവിടെ ഞാനിവിടെ എസ് എടുത്തിട്ടുണ്ട്. എസ്സിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്, കളർ ചെയ്യാനുണ്ട്, വഴി കണ്ടുപിടിക്കാനുണ്ട്, സുഡോക്കു ഉണ്ട്. അപ്പോൾ പിന്നെ ലെറ്റേഴ്സ് ഉണ്ട്, ഇൻസെറ്റൊക്കെ അതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പേജ് നമ്പർ എത്രയാണെന്നൊന്നുമില്ല. അതിൽ നല്ല രസമാണ് ഇവിടെ നല്ലൊരു ബുക്കാണത്. അതിൽ കുറേ പേജസ് ഉണ്ട്, നമുക്ക് കുറേ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കാഴ്ച ഒരു ബസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ഓലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ റൂമിൻ്റെ സ്ഥലമെത്തി. SN ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അവിടെ ഞാൻ പെട്ടി വലിച്ചിട്ടും പോയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഒരു നല്ല രസമാണ് എൻ്റെ ഒരു റൂം. കാണാൻ നല്ല രസമാണ്. ഞാൻ അവിടെ തന്നെ വലിച്ചിട്ട് ഇങ്ങനെ എൻ്റെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ എത്തി എൻ്റെ റൂമിലേക്ക്.
നേരെ സ്വാഗതം. ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ സെറ്റ് കണ്ടു, ടേബിൾ കണ്ടു, ബെഡ് കണ്ടു, ടവൽസ് കണ്ടു, പിന്നെ മറ്റേ ഫോൺസ് ഉണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു വീടുണ്ട്, പിന്നെ ഒരു മരമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, ക്രിസ്മസ് ട്രീ പോലെ. ഞാൻ അവിടെ നിന്ന് കൈകൊട്ടുന്നുണ്ട്. ഞാൻ അവിടെ ഞാൻ കിടക്കുന്നതാണ്. നല്ല ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ്. നല്ല രസമാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ എൻ്റെ സിൽവർ ട്രീറ്റ് എന്ന് പറഞ്ഞത് ട്രീറ്റിംഗ് ഹൗസ് ചെയ്യാം. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണിക്കുമ്പോൾ നല്ല ഒരു ഹോട്ടലാണ്. നമ്മൾ ഒരു റൂം നേരത്തെ ഞാൻ കാണിച്ചത് എൻ്റെ റൂമാണ്. റൂംസ് മാത്രമായിട്ടുള്ള സ്ഥലമാണ്. ഇത് ഹോട്ടലാണ്. എൻ്റെ അടുത്തുള്ളൊരു സിൽവർ ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് എൻ്റെ സീറ്റിൽ. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ ഹോട്ടലിലത്തെ ആൾക്കാർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ അവിടെ സിൽവർ ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചിഹ്നമൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. അവിടെ തമിഴൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഹിന്ദിയാണെന്നോ അങ്ങനെ ഒരിതുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻ്റ്ലി ആബ്ലറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ആബ്ലറ്റ്. അത് കഴിഞ്ഞ് ലേഡീസിൻ്റെ ഒരു ടോയ്ലറ്റാണ്. അത് കഴിഞ്ഞാൽ ലേഡീസാണ് അത് ആ ഒരു ടോയ്ലറ്റ്. അടുത്തത് ജെൻസ് കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഒരു കുക്കിൻ്റെ ഷെഫ് ആളുണ്ട്. അവിടെ തീ ഇങ്ങനെ ഒതുങ്ങി പോണ പോലെ ഉണ്ട്. അവിടെ സെർവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വെള്ളമൊക്കെ എടുത്ത് തന്ന ഒരാളാണ്. അപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഞാനിവിടെ ഒരു ടേബിൾ നല്ല രസമായിട്ടുണ്ട്. ഞാൻ ഹായ് കാണിക്കുന്നുണ്ട്. വാവ അവിടെ സ്പൂൺ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ മഴ വരാൻ തുടങ്ങി. രാത്രിയായപ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. ഷെഫിൻ്റെ ഒരു സ്ഥലത്താണ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഗുഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വാവ അവിടെ നല്ല ഡ്രസ്സൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഞാനും വാവയും കൂടി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ വാവയും കൂടി നല്ല രസത്തിലാണ് കളിക്കുന്നത്. നല്ല സെറ്റ് ചെയ്യും വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ റൂമിലെത്തി. ഞാൻ രാവിലെ എണീറ്റ് അവിടെ അതിൻ്റെ ഒരു രാവിലത്തെ ഒരു ക്ലൈമറ്റ് കാണിക്കാം. നല്ല രസമാണ് ഇവിടെ കാണുമ്പോൾ. ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. നേരത്തെ പോലെ അങ്ങനത്തെ മഞ്ഞല്ല, നല്ല രസമുള്ള മഞ്ഞാണ്. ഇവിടുത്തെ ട്രീയും ഉണ്ട്. അപ്പോൾ 2 ദിവസമായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അത് കാരണം കുഴപ്പമില്ലായിരുന്നു. നല്ല ഇതൊരു ട്രീറ്റായിരുന്നു. നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസമാണ്. ഇവിടെ റോഡ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിൽ ടൈഗർ ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്, ക്രോക്കോഡൈലുണ്ട്, അങ്ങനെ പലതരമുണ്ട്. ഇവിടെ ഗോ സ്ലോ എന്ന് എഴുതിയേക്കണേ. വെരി ഡേഞ്ചറാണ് ഇവിടെ എഴുതിയേക്കുന്നത്. വെരി ഡേഞ്ചറാണ്. അടിയിലേക്കൊന്ന് നോക്കിയാൽ നല്ല രസമാണ് ഇവിടെ. പക്ഷെ പാരൻസിനെ കൊണ്ട് വരാൻ പാടില്ല, ചിൽഡ്രൻസ് ഒന്നും വരാൻ പാടില്ല. ഒറ്റയ്ക്ക് വരാൻ പാടില്ല ചിൽഡ്രൻസ്. നിങ്ങളുടെ പാരൻസിനെയും ഫാദറേയും നിങ്ങളുടെ ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കുട്ടികളായിട്ട് മാത്രം ഇങ്ങനെ വരാനായിട്ട് ഇവിടെ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈഗർ ഉണ്ട്, ഒരു കാടാണ്, ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ പോലീസ് വരും, അല്ലെങ്കിൽ പോലീസ് ഇവിടെ ചിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇവിടെ ബസ്സും കാറൊക്കെ വരുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു കുഴിയാണ്, വലിയൊരു കുഴിയാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ്. ഇവിടെ എലിഫൻ്റ് ഇവിടെ കൂടുതൽ വരാറുണ്ട്. എന്നുവെച്ചാൽ എലിഫൻറ്റിന് ഇഷ്ടമുള്ളൊരു ട്രീ ഉണ്ട്. ആ ട്രീയിൽ അവർ കഴിക്കും. അത് രാത്രിയാവാം, എപ്പോൾ വേണമെങ്കിലും വരാം. അത് കുറേ ഒരു മിനിറ്റ് പോലും വെറുതെ പക്ഷെ ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് വരും, എങ്ങനെയെങ്കിലും വേണമെങ്കിലും വരും. അപ്പം ഇവിടെ ഇഷ്ടമുള്ളൊരു മരം ആണ്.
അപ്പോൾ ആ മരത്തിൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ട്. ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മലയുണ്ട്. അപ്പോൾ ഈ മല നല്ലൊരു വെള്ളച്ചാട്ടം പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ കാട് കാണും, നല്ല കാടാണ്. കാട് ഞാൻ നോക്കിയിട്ടും തീരത്തില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സൗന്ദര്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ നിങ്ങൾ ആരും ചിൽഡ്രൻസ് മാത്രം ഇട്ട് വരാൻ പാടില്ല. പോലീസ് ചെക്ക് ചെയ്യും. പാരൻസ് വരും. പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഗ്രാൻഡ് ചിൽഡ്രൻസ് ആയിട്ട് വരാൻ പാടില്ല. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ 4 പേര് വെച്ച് അല്ലെങ്കിൽ 3 പേര് വെച്ച് ഇങ്ങനെ വരാം. പക്ഷെ കുട്ടികളാരായിട്ട് പറഞ്ഞില്ല. ആരും പറയാൻ പാടില്ല. നിങ്ങൾ ആര് ചെയ്യാൻ പാടില്ല. ഇവിടെ എലിഫൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു മലയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേനും നല്ലൊരു മഞ്ഞല്ലല്ലോ, നമ്മുടെ മേഘം പിടിക്കുന്നുണ്ട്. പിന്നെ മലയുണ്ട്, ഒരു വീടുണ്ട്. അവിടെ കാളകൾ നല്ലോണം കുറേ പോകുന്നുണ്ട്. ആദ്യം ഞാൻ ഒരെണ്ണം കണ്ടു. പിന്നെ ഞാൻ കുറേ അങ്ങോട്ട് കയറി 100,000 പോലെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാറ് പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ആ കാള പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സ്ഥലം പാടമുണ്ട്. പിന്നെ ഇവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പുറത്തും 2 സൈഡ്സ് ആയിട്ട് ഈ കാളകളാണ്. അപ്പോൾ പിന്നെ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയവരൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു കടയ്ക്ക് അതിൽ മുന്തിരിത്തോട്ടമാണ്. അതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ കിളികളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ മേഘമൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ അവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങോട്ട് കയറുകയാണ്. ഞാൻ ഏതാണ് നമ്മുടെ കിളികളൊക്കെ ഇപ്പം നമ്മളൊരു വീഡിയോയിലില്ലേ M4 ടെക് എന്ന് പറഞ്ഞൊരു മച്ചാൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ. അപ്പോൾ അയാളുടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അയാളെ മേത്തിങ്ങനെ കിളി ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ MSR എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ തമിഴ് ആണ്. അവിടെ മുന്തിരിത്തോട്ടം എത്തിയിട്ടുണ്ട്. കണ്ടു ഞാൻ അവിടെ മുകളിൽ ഈ ഒരു സ്ഥലത്ത് തൊപ്പിക്കടയുണ്ട്. അതിൻ്റെ മുകളിൽ നോക്കിയാലാണ് കിളിയുടെ ഒരു കട. കിളി മാത്രം ഞാൻ നല്ല പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മച്ചാൻ്റെ M4 ടെക്കിൻ്റെ ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അവിടെയും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആ കിളി ഇരിക്കുന്നില്ലേ, ആ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. അവിടെ പാമ്പുണ്ട്. പാമ്പ് നമ്മുടെ മേത്തിരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നോക്കിയാലും ഒരു മുന്തിരിത്തോട്ടമാണ്. നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തി. മുന്തിരി കുറേ ഉണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷെ അത് പറിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മുന്തിരി ജ്യൂസും കുടിക്കാൻ നല്ല രസമാണ് ഇവിടെ. ഇപ്പം MSRലത്തെ നല്ല രസമാണ് ഇവിടെ. ഗ്രേപ്പ് ജ്യൂസ് കോർണറിന് എഴുതിയിട്ടുണ്ട് അവിടെ. നല്ല രസമാണ് അവിടെ. അപ്പം അവിടെ മുന്തിരി ഉണ്ട് കേട്ടോ. പച്ച മുന്തിരിയുണ്ട്, മെറൂൺ കളറിലത്തെ മുന്തിരിയുണ്ട്. പിന്നെ അവിടെ കുറേ തോട്ടമാണ് അവിടെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു നട്ടുകൊണ്ടിരിക്കുകയാണ് നട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവിടെ വല ഇട്ടിട്ടുണ്ട്. ആ ഒരു വലയുടെ ഒരു ഏരിയയാണ് അവിടെ. വലേൻ്റെ അവിടെ ഇട്ട് കുറേ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അവരുടെ തോട്ടത്തിൽ നമുക്ക് എടുക്കാം. അത് മെറൂൺ കളറത്തെ ഗ്രേപ്സ് ഉണ്ട്. മെറൂൺ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആയിട്ടാണ്. ഇപ്പോൾ ബ്ലൂ കളറുള്ളൊരു ഗ്രേപ്സാണ്. അപ്പം ഞാൻ അവിടെ പറിച്ചിട്ടില്ല. ഞാൻ പറിക്കണൊരു ഇതായിട്ട് കാണിക്കണ വെയിലും ഉള്ളൊരു ഇതാണ്. അപ്പം നല്ല രസമാണ്. ഞാൻ എൻ്റെ കണ്ണൊക്കെ അപ്പം ഞാൻ ഗ്രേപ്പ് ജ്യൂസ് കോർണറാണ്. ഞാൻ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ്.
ഗ്രേപ്സ് നമുക്ക് കുറേ കിട്ടും, അവിടെ ചോദിച്ചാൽ കിട്ടും. നിങ്ങൾ ആരെ വേണമെങ്കിലും ചോദിക്കാം. എൻ്റെ വാവ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ വാവ അവിടെ മുന്തിരി പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അമ്മ അവിടെ എത്തിച്ചു തരുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രേപ്സിൻ്റെ ഒരു ചെടിയുണ്ട്, ബിയറുണ്ട്, ഗ്രേപ്സ് ബിയറുണ്ട്. പിന്നെ ഇവിടെ നല്ലോണം കണ്ടോ വളമൊക്കെ ഇട്ടാൽ ഉണ്ട്. അവരവിടെ ബോക്സ് റെഡിയാക്കിയിട്ട് ഇടുകയാണ് അവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആരും കിളികളാണ്. ഞാൻ നല്ല പേടിച്ച് പോയിട്ടുണ്ട്, ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും കിളികളെ കാണുമ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയാണ്, ഒച്ച എടുത്തിട്ട് വയ്യ. അപ്പോൾ ഇവിടെ ഇതാണ് പാമ്പ് കേട്ടോ. ഞാൻ പറഞ്ഞ പാമ്പാണ്, നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് വന്നിരിക്കാനായിട്ടുള്ളൊരു ശ്രമമുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങളുടെ സ്വർണം അല്ലെങ്കിൽ നമ്മുടെ ആഭരണങ്ങൾ ഇതൊക്കെ ഒന്നും ഇവയുടെ അടുത്ത് പാടില്ല. ഇവിടെ ക്രോക്കോഡൈലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ കിളിയുണ്ട്. ഈ കിളിയെ നമ്മുടെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ചീത്താക്കി കളയുന്നതാണ്. മഞ്ഞക്കിളി ഒറ്റ ടീമായിട്ട് ഇരിക്കുന്നത് വലിയൊരു കിളിയുണ്ട് ഇവിടെ. അതിനെ കണ്ടാൽ എനിക്ക് പേടിയായത് കേട്ടോ. നല്ല രസമാണ് എന്നെ കാണാൻ. ഇങ്ങനെ ഇല്ലായിരിക്കും പോയി. അപ്പം തന്നെ വാവയ്ക്ക് കുറുക്കുണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറുക്കുണ്ടാക്കാനായിട്ട് പാത്രം വെച്ചു, ഗ്യാസ് തുറന്നു. ഞാൻ വെസാവെന്ന് പറഞ്ഞൊരു ഇതാണ്, അതിൽ നിറച്ചും റേറ്റ് ഇങ്ങനെയുള്ളതാണ്. രണ്ടത് തുറന്ന ഒരു ഓറഞ്ചിൽ ഇങ്ങനെ തിരിച്ച് ഒരു സ്റ്റീലിൻ്റെ ഇതിൽ ചെയ്താൽ. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ക്യാമറയിൽ കാണില്ല, ശരിക്കും കാണാൻ പറ്റും. പക്ഷെ ഇത് ഓണായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇത് എൻ്റെ കുറുക്കിൻ്റെ ഈ സാധനങ്ങളുണ്ട്. ഈ ഒരു സാധനം ഓൺലൈനിൽ നിന്നല്ല മേടിക്കാം, നമുക്ക് വേറെ സ്ഥലത്ത് നമ്മുടെ കടയിൽ നിന്ന് മാർക്കറ്റ് അങ്ങനെ എവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് നോക്കുമ്പോൾ നോക്കാം, മൂളാൻസിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവിടെ നിന്നും കിട്ടും, ഹൈപ്പർ മാർക്കറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുക്കേണ്ട നമ്മുടെ വേണ്ട സാധനങ്ങൾ അവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഞാൻ ഇളക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണുമ്പോൾ. പിന്നെ അവിടുത്തെ നല്ലൊരു ക്ലൈമറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു സ്ഥലം കാണിച്ചു തരാം. അപ്പം അവിടെ മലയിട്ട്, അവിടെ ആ ഒരു മലയെ നല്ല രസമാണ്. പിന്നെ അവിടെ ഒരു വണ്ടിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളതേ കുറുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറുക്ക് നല്ലോണം വേണ്ട രീതിക്ക് വന്നിട്ടുണ്ട്. ഒഴിച്ച് കാണിച്ചു തരാം. നല്ലോണം ഇതുപോലെ ഇരിക്കുന്നുണ്ട്. വാവ നല്ലോണം കുറുക്കും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ മങ്കീസ് ഉണ്ടോ, അതാണ് അച്ഛൻ. കുറച്ച് നീങ്ങിയിരിക്കുന്നത് അച്ഛൻ, ആ അമ്മയും കുഞ്ഞും കൂടി വേറൊരു അനിയത്തി ചേച്ചി പോലെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിങ്ങനെ അവിടെ അമ്മയുടെ അടുത്ത് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു വണ്ടിയിൽ നിന്ന് കുറേ പഴം കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ടൂർ വീഡിയോ. ഞാൻ ഇനിയും എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.